അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ, അതായത് ജൂൺ മാസം 21 മുതലാണ് ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മാസം 2 വരെയാണ്. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു SD വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന്. കഴിഞ്ഞ വട്ടം മുതൽ SD വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് 3ാമത്തെ ഗ്രാജുവേഷൻ സെറമണിയാണ്. ആദ്യത്തെ വട്ടം അപ്ലൈ ചെയ്യുമ്പോൾ SD കാർക്കുണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത് കഴിഞ്ഞ വട്ടത്ത് മുതൽ SD അഥവാ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. ഗ്രാജുവേഷൻ സെറമണി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ 2022 അഡ്മിഷൻ എടുക്കുകയും 2025 അഡ്മിഷൻ വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കാണ് ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 2025 വർഷത്തിൽ 6ാം സെമസ്റ്റർ ഉൾപ്പെടെ എല്ലാ സെമസ്റ്റർ പരീക്ഷകളിലും വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും സെമസ്റ്റർ പരീക്ഷയുടെ റീവാലുവേഷൻ, ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും കാലിക്കറ്റ് പറയുന്നത് നോ പെൻഡിങ് റിസൾട്ട്, നോ പെൻഡിങ് എക്സാമിനേഷൻ എന്ന രീതിയിൽ തന്നെയാണ്. ഇക്കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതുകൊണ്ടാണ് 6ാം സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഗ്രാജുവേഷൻ സെറമണിക്ക് കോൾ ഫോർ ചെയ്തത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു 6ാം സെമസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ റാങ്ക് പൊസിഷൻ ലിസ്റ്റും അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സെറമണിക്കുള്ള ഡേറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിജ്ഞാപനം ചെയ്യുകയുള്ളൂ. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പ്രോസ്പെക്ടസ് അഥവാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇറങ്ങുക. അതിനുശേഷം മാത്രമേ നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഗ്രാജുവേഷൻ സെറമണിയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാം. 5 ജില്ലകളിലും 5 ദിവസങ്ങളിലായിട്ടാണ് ഗ്രാജുവേഷൻ സെറമണി നടത്താറുള്ളത്. കൂടുതൽ പേർ അപ്ലൈ ചെയ്യുന്ന ജില്ലകളിൽ ഫോർനൂൺ ആയിട്ടും ആഫ്റ്റർനൂൺ ആയിട്ടും കണ്ടക്ട് ചെയ്യാറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അതിൽ ഈ പറയുന്ന കോട്ടും ഗൗണും അതിനുശേഷം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ കൺട്രോൾ ഓഫ് എക്സാമിനർ ആവാം, അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആവാം. പറഞ്ഞു വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതോറിറ്റി നേരിട്ട് വന്നിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നത്. കഴിഞ്ഞ വർഷം 2000 രൂപയായിരുന്നു ഇതിൻ്റെ ഫീസ്. എന്നാൽ ഈ വർഷം പൈസ കൂടാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള NSS, ദെൻ NCC, ഏതെങ്കിലും ഗ്രേസ് മാർക്ക് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിനെ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം ഒറ്റ മാർക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. നിങ്ങൾ 2025 വർഷത്തിൽ ജയിക്കുകയും പെൻഡിങ് ആയിട്ട് ഒരു പരീക്ഷയോ പെൻഡിങ് ആയിട്ട് ഒരു റിസൾട്ടോ അപ്ഡേറ്റ് ചെയ്യാത്തവർ മാത്രം ഈ പറയുന്ന ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. നമ്മൾ കൊടുത്ത ഫീസ് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും എന്ന കാര്യം കൊണ്ട് ഓർത്ത് വയ്ക്കുക. ഇന്നാണ് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുക. അതിനനുസരിച്ച് നമ്മൾ വ്യക്തമായി കുറച്ചും കൂടി ദൈർഘ്യമേറിയ അറിയാവുന്ന കാര്യങ്ങളനുസരിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.